ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആദരണീയരായ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശത്തിൻ്റെ അംഗമായിട്ടുള്ള ക്രിയകൾ ഇന്ന് രാവിലെ മുതൽ ഗണപതി ഹോമം, തുടർന്ന് ശാന്തി, അത്ഭുത ശാന്തി എന്ന ഹോമങ്ങളും അഭിഷേകങ്ങളും കഴിഞ്ഞു. വൈകിട്ട് ഭഗവതി സേവയും ദീപാരാധന, സാമൂഹ്യാരാധന, അത്താഴ പൂജ, മുളപൂജ എന്നീ ക്രിയകൾ കഴിഞ്ഞു. സായാഹ്ന സത്സംഗവും ഇവിടെ സമാപിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്വാമിജിയെ പോലെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇത്രയ്ക്ക് സരളമൊന്നായിരിക്കില്ല. വലിയ വലിയ കാര്യങ്ങളാണ് സ്വാമി വളരെ ടാബ്ലറ്റ് പോലെ നമുക്ക് തരുന്നത്. ക്ഷേത്രം എന്നത് സാധാരണക്കാരുടെ സർവോന്മുഖ വികാസത്തിന് വേണ്ടി യുഗധർമ്മമനുസരിച്ച് ഋഷീശ്വരന്മാർ കൽപ്പന ചെയ്ത സംവിധാനമാണ്. ക്ഷേത്രത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഇദം ശരീരം തു കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്യുന്നു. അവിടെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും അർത്ഥങ്ങൾ വേദാന്ത ഭാഷ്യത്തിൽ മറ്റു രീതിയിലാണെങ്കിൽ കൂടി ഒരു ശരീര മാതൃക തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ശരീരം 3 പ്രകാരമാണ്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. നാം നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുന്നതൊക്കെ സ്ഥൂലമാണ്. നമുക്ക് ഇതിൽ കാണാൻ കഴിയാത്ത സൂക്ഷ്മതലമുണ്ട്. ഇതിനെല്ലാം കാരണമായി വിരാജിക്കുന്ന ഒരു ചൈതന്യവുമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തത്വം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സ്ഥൂല ശരീരത്തിൽ നിർമ്മിതിയാകുന്ന പഞ്ചഭൂതങ്ങളെയും സൂക്ഷ്മ ശരീരത്തിലെ അവയവങ്ങളെയും ഇതിൻ്റെ സൃഷ്ടി പ്രക്രിയയും സാമാന്യമായി ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ ആ അന്തിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു നിർഗുണ നിരാകാര നിശ്ചല തത്വമാണ്. വേദാന്തികൾ അതിനെ പരബ്രഹ്മം എന്ന് പറയും. സാഖ്യന്മാരും യോഗ ദർശനകന്മാരും പുരുഷനെന്നോ ഈശ്വരനെന്നൊക്കെ പറയുന്ന ഒരു പരമസ്ഥാനമുണ്ട്. തന്ത്രശാസ്ത്രമനുസരിച്ച് ആ പരമപദത്തിനെ പറയുന്നത് പരമശിവപദമാണ്. നിർഗുണ നിരാകാരമാണ്, നിശ്ചലതത്വമാണ്. ആ ശിവനിൽ ശക്തി സുപ്തമായിരിക്കുമ്പോൾ ആണ് ഇത് നിശ്ചലത്വമായിരിക്കുന്നത്. ആ ശക്തിയുടെ സ്ഫുരണം ഉണ്ടാകുമ്പോഴാണ് ശിവൻ ആയിത്തീരുന്നത്. ശക്തിയുടെ സംയോഗം കൊണ്ടാണ്. ആ പരമശിവപദത്തിൽ അതിന് പലതായി തീരണമെന്ന് ആഗ്രഹം. തദൈക്ഷത ബഹുസ്യാം പ്രജായേയ, പലതായി തീരണം. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ആദ്യവുമായ സ്പന്ദനമാണ് ഓം എന്ന പ്രണവ മന്ത്രം. ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ അതിന് വ്യാഖ്യാനങ്ങൾ പലതാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിരിക്കുന്ന ആ ദേവിയുടെ സ്ഫുരണം, സ്പന്ദനമാണ് ഓങ്കാരം എന്നത്. അത് മന്ത്രമാണ്. മന്ത്രം ബിന്ദു, നാദം, കല, മനസ്സ്. പിന്നീട്
തസ്മാത് വാ ഏതസ്മാത് ആകാശഃ സംഭൂതഃ ആകാശാത് വായു വായോരഗ്നി അഗ്നിരാപഃ അദ്യ പൃഥിവി. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. ആ ശിവശക്തി സംയോഗം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അതുകൊണ്ട് ശിവശക്തിയാത്മകം വിദ്ധി ജഗതേതൽ ചരാചരം എന്ന് താന്ത്രിക വചനം. കവികുലഗുരുവായ കാളിദാസ മഹാകവി രഘുവംശം എന്ന കൃതിയില് വാകർത്താവിവ സംപൃക്തൗ വാകർത്ത പ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന് വന്ദിക്കുന്നു. ഈ ജഗത്തിന്റെ മാതാവും പിതാവുമാണ്. ആ ശക്തിയുടെ സ്പന്ദനം കൊണ്ട് ശക്തി പരിണമിച്ചുണ്ടായതാണ് ഈ പ്രപഞ്ചം. ആ മനസ്ത്വം തുടങ്ങി ഭൂമി തത്വം വരെയുള്ളതിനെ ശങ്കരാചാര്യർ സൗന്ദര്യലഹരി വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. മനസ്ത്വം വ്യോമത്വം മരുതസി മരുൽസാരതിരസി എന്ന് തുടങ്ങി ആ പഞ്ചഭൂതങ്ങളെ വർണ്ണിക്കുകയാണ്. അതിൽ നിന്നും അനേക ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, സൃഷ്ടി സ്ഥിതി ലയകാരണഭൂതനായിരിക്കുന്നവർ. അതിന് ഉപരിയാണ് സ്വയം ദേവ സദാശിവ. ആ സദാശിവനോട് ചേർന്നിരിക്കുന്ന സദാശക്തി. ആ ശക്തിയുടെ പരിണിതിയെയാണ് പ്രപഞ്ച സൃഷ്ടിയിൽ ശ്രീനാരായണ ഗുരുദേവൻ മധുര മനോഹരമായി ജനനീ നവരത്ന മഞ്ജരിയിൽ നമുക്ക് പറഞ്ഞു തന്നത്. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഖകം താനായതും ധരനദീ നാരിയും നരനുമാനാകവും നരകവും നീനാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. അങ്ങനെ ആ ശക്തിയുടെ പരിണതിയാണ് ഈ പ്രപഞ്ചം. അത് ആകാശം, വായു, ഭൂമി, ജലം, പൃഥിവി, ഇങ്ങനെ പഞ്ചഭൂതാത്മകമാണ്. അങ്ങനെ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ആ ശക്തി അതിൻ്റെ ബ്രഹ്മാണ്ടത്തിലുള്ള താരാഗണങ്ങളും ചന്ദ്രനും സൂര്യചന്ദ്രനും താരാഗണങ്ങൾ അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒക്കെ ഒരു കൊച്ചു പതിപ്പാണ് മനുഷ്യ ശരീരം. സംസ്കൃതത്തില് പിണ്ടാണ്ടം എന്ന് പറയും. ബ്രഹ്മാണ്ടം, പിണ്ടാണ്ടം. ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഈ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ ചലനങ്ങൾ എല്ലാം നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ച ശക്തി പരാ എന്ന് അതിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായതുകൊണ്ട് പരാശക്തി എന്നും, ആ പരാശക്തിയുടെ ഒരംശം പിണ്ടാണ്ടമാകുന്ന മനുഷ്യ ശരീരത്തിലുമുണ്ട്. ഇവിടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ നാം ഈ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്ന ഈ ശരീരഭാഗം വാക്പാണി പാദവായുസ്തങ്ങളൊക്കെയാണ്. കാല്, കൈ, മൂക്ക് ഒക്കെ ഉണ്ട്. സൂക്ഷ്മതലത്തിലുള്ള ശരീരത്തില് 17 അവയവങ്ങളാണ്. പഞ്ചജ്ഞാനേന്ദ്രിയം ശ്രോത്ര ത്വക് ചക്ഷുരസന ഘ്രാണാഹ, പഞ്ചകർമ്മേന്ദ്രിയം വാക്പാണി പാദവായുവസ്ഥാഹ, പഞ്ചപ്രാണൻ പ്രാണാപാന വ്യാനോദാന സമാനാഹ, ബുദ്ധി, മനസ്സ്, ഇങ്ങനെ 15 2 17 അവയവങ്ങൾ കൂടിയതാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തില് നമ്മുടെ ഗുഹ്യഭാഗത്തിന് താഴെയും തുടങ്ങി ഈ നട്ടെല്ലിന്റെ താഴെ തുടങ്ങി മുകളിലോട്ട് 6 ആധാര ചക്രങ്ങളുണ്ട്. ആ സുഷുമ്ന നാഡി എന്ന നട്ടെല്ലിനെ ചുറ്റി ഇടാ പിങ്കള എന്ന 2 നാഡികളുമുണ്ട്. ആ മൂലാധാരത്തിൽ തല കീഴായി കിടക്കുന്നു എന്ന് പറയുന്ന ഈ പരാശക്തിയുടെ പ്രതീകമാണ് ശക്തി. അത് തല കീഴോട്ടായി 3.5 ചുറ്റായി കിടക്കുന്നത് കൊണ്ട് സംസ്കൃതത്തിൽ അതിനെ കുണ്ടലിനി എന്ന് പറയുന്നു. ആ ശക്തിയെ ഉപാസന ചെയ്ത് ഉണർത്തി ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ആധാര ചക്രങ്ങളാകുന്ന മൂലാധാരത്തിനെയും സ്വാധിഷ്ഠാനത്തെയും മണിപൂരകം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഈ 6 ചക്രങ്ങളും കഴിഞ്ഞ് സഹസ്രാര പത്മം സ്ഥിതി ചെയ്യുന്നതാണ് പരമശിവൻ. അടിയില് പരാശക്തി, കുണ്ടലിനി. ഈ ശക്തിയെ ഉണർത്തി ആധാരങ്ങളെ ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ ശിവനുമായി ലയിക്കുന്ന പ്രക്രിയയാണ്
താന്ത്രികന്മാർ പറയുന്ന മോക്ഷം. ഇതിനെന്താ ഒരു മാർഗം? ഇത് മറ്റു ശാസ്ത്രങ്ങളിൽ നിന്നും വളരെ ഭിന്നമായ ഒരു മാർഗവുമാണ്. ചില ശാസ്ത്രങ്ങളിൽ പറയും, ഭോഗ ലാലസതകൾ ഉപേക്ഷിച്ച് നിങ്ങൾ തീവ്രമായ മുമുക്ഷുത്വം പ്രാപിച്ച് മോക്ഷത്തെ പ്രാപിക്കണം. നിങ്ങൾക്ക് ഭോഗലാലസതയ്ക്കോ ഭൗതിക സുഖത്തിനോ അർഹതയില്ല. ചിലരുണ്ട് ചാർവാക ദർശനന്മാര്, അവര് പറയും ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത യാവൽ ജീവേൽ സുഖം ജീവേൽ ഗൃണം കൃത്വ ഘൃതം പിബേത്. എത്ര കാലം ജീവിക്കുന്നുവോ അത്ര കാലം സുഖമായി ജീവിക്കുക, കടം വാങ്ങിയും നെയ്യുകൂട്ടി ഉണ്ണുക. ഭസ്മീഭൂതസ്യ ദേഹസ്യ, മരിച്ചു കഴിഞ്ഞ് സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം എവിടുന്ന് വരാനാ? അതുകൊണ്ട് യാവൽ ജീവൽ സുഖം ജീവൻ. ഒരു ഭാഗത്ത് ഭൗതികത, മറ്റൊരു ഭാഗത്ത് ആധ്യാത്മികം മാത്രം. തന്ത്രശാസ്ത്രത്തിലെ വൈശിഷ്ട്യം പറയുന്നത് ആചാര്യം ഇങ്ങനെയാണ്: യത്രാസ്തി ഭോഗോ നജത്ര മോക്ഷ, യത്രാസ്തി മോക്ഷോ നജത്ര ഭോഗ. അങ്ങനെയാണെങ്കിൽ താന്ത്രികൻ പറയുന്നു, ശ്രീ സുന്ദരീ സേവകതൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ. ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സാധകന് ഭോഗവും മോക്ഷവും രണ്ട് കൈകളും ഒരേപോലെയാണ്. എല്ലാ പ്രകാരത്തിലുള്ള ഭൗതിക സുഖങ്ങളും ലഭിക്കുകയും ആത്യന്തികമായി അന്തിമമായിരിക്കുന്ന അക്ഷയ സുഖം മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് എളുപ്പമായുള്ള വഴിയെന്നും ഇതിനെ മധുര മനോഹരമായിട്ടാണ് ഈ 6 ആധാര ചക്രങ്ങളെ തുഞ്ചത്ത് എഴുത്തച്ഛൻ നമുക്ക് പ്രദാനം ചെയ്തത്. എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നങ് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഏതെങ്കിലും ശിവക്ഷേത്രത്തിന്റെ 6 പടികളല്ല, സ്റ്റെപ്പല്ല ഇത്. ഈ ശക്തിയെ ആധാര ചക്രങ്ങളാകുന്ന 6 ആധാരങ്ങളെ ഭേദിക്കണം. ഈ 6 ആധാരങ്ങളാണ് ഈ പടി 6. അങ്ങനെ ശക്തി ഇതിനെ ഭേദിച്ച് സഹസ്രാരത്തിൽ എത്തുന്ന ശിവനിലേക്ക് ലയിക്കണം. ആ ശക്തിയുടെ ഉയർച്ചയും ഉണർച്ചയും വളരെ മധുര മനോഹരമായിട്ടാണ് ഒരു ശൈവോപാസന കൃതിയാണ് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നത്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. തിങ്കളും കൊന്നയും ചൂടുന്ന ഈശൻ ശിവൻ, അതിലേക്ക് ശക്തിയെ കൊണ്ട് ലയിപ്പിക്കലാണ് പ്രത്യേകത. ഇതിനെന്താ ചെയ്യേണ്ടത്? തന്ത്രശാസ്ത്രം അനുസരിച്ച് ഗുരുവിൽ നിന്നും മന്ത്രം സ്വീകരിക്കണം. മന്ത്രം സ്വീകരിച്ചാൽ ഗുരു നിർദ്ദേശിക്കുന്ന അത്രയും മന്ത്രം ജപിക്കണം. ജപം, ഹോമം, തർപ്പണം, മാർജനം, സാധക ഭോജനം എന്ന 5 അംഗങ്ങൾ ചെയ്യുമ്പോഴാണ് താന്ത്രികർ മന്ത്രസിദ്ധി കൈവരുന്നത്. അത് ഒരു പ്രാവശ്യം ചെയ്താൽ ഇപ്പം ആവില്ല. അങ്ങനെ അനവധി പ്രാവശ്യങ്ങളിൽ ഈ മന്ത്ര പുരസ്ചരണം പഞ്ചാംഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മന്ത്രസിദ്ധി കൈവരും. അങ്ങനെ മന്ത്രസിദ്ധി കൈവന്നാൽ പിന്നീട് അദ്ദേഹത്തിന് എല്ലാ പ്രകാരത്തിലുള്ള ഐശ്വര്യവും അന്തിമത്തിൽ മോക്ഷവും ലഭിക്കും. ഇതൊരു സാധകന്റെ ചര്യയാണ്. പിന്നെ ആ സാധകന് വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഭാരതത്തിൽ 8 പരമ്പരകളിൽ താന്ത്രിക സാധനയിലെ അഗസ്ത്യ മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വേറെ ആര് അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അഗസ്ത്യര്, പുലിപ്പാണി സിദ്ധര്, ഭോഗറ്. അഗസ്ത്യര്, ഭോഗര്, പുലിപ്പാണി സിദ്ധര്. പഴനിയില് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഋഷിയാണ് ഭോഗര്. അഗസ്ത്യരുടെ ശിഷ്യനാണ്. പുലിപ്പാണി സിദ്ധര് ഭോഗര് ശിഷ്യനാണ്. അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് തൈക്കാട്ട് അയ്യാവ് ഗുരുസ്വാമികൾ. ആ പരമ്പരയിലാണ്. അവിടെ നിന്നാണ് ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും ഈ പരമ്പരയിലൂടെ മന്ത്രസിദ്ധി കൈവരിച്ചിട്ടുള്ളത്. തൈക്കാട്ട് അയ്യാവ് ഗുരുസ്വാമികളിൽ നിന്നും ഈ ബാലാസുബ്രഹ്മണ്യം എന്ന തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും പരമഗോപ്യമായ മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് പിള്ളത്തടം എന്ന ഗുഹയിൽ തപസ്സനുഷ്ഠിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടിയ ദിവ്യപ്രബോധനം ഉണ്ടായ ആളാണ് ഗുരുദേവൻ. അങ്ങനെ തന്നിൽ സമൃദ്ധമായിരിക്കും ചൈതന്യത്തിന് പോഷിപ്പിച്ച് മോക്ഷം പോകണമെങ്കിൽ ആവാം. അതേ ഒരു സാധകന് ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ കവി പാടിയ പോലെ തന്നാൽ കരയേറ്റേണ്ടവ എത്ര പേരോ താഴത്തു പാഴ്ചേരിൽ അമർന്നിരിക്കെ
താനൊറ്റയാൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. തന്നിൽ സമൃദ്ധമായിരിക്കും ചൈതന്യം, ആയുസ്സും വപുസ്സും സമൂഹത്തിന്റെ സർവോന്മുഖ വികാസത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഗുരുദേവൻ ചെയ്തത്. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തെട്ടി തെട്ടി പെരുക്കി പെരുവെളിയില്ലതാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ആ ഗുരുദേവൻ തന്നിൽ സമൃദ്ധമായിരിക്കുന്ന ചൈതന്യത്തിനെ ഒരു ശിലാഖണ്ഡത്തിൽ സന്നിവേശിപ്പിച്ച് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചത്. അപ്പോൾ നമ്മളിലുള്ള ഈ ചൈതന്യത്തെ ഉയർത്തി ഉണർത്തി ശിവനിലേക്ക് എത്തിച്ച ആൾക്കാർ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതില്ല. പക്ഷെ ഈ സിദ്ധന്മാർ ലോകഹിതത്തിന് വേണ്ടി തന്നിൽ സമൃദ്ധമായിരിക്കുന്ന ചൈതന്യത്തിന് വിശേഷേണ ഗ്രഹിപ്പിക്കുന്ന പ്രക്രിയ. എള്ളിൽ എണ്ണ എന്ന പോലെ ഈശ്വര ചൈതന്യം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിനെ പ്രത്യേകം സങ്കേതത്തിൽ തളം കെട്ടി നിർത്തി ആരാധന ചെയ്യുന്ന സംവിധാനമാണ് ക്ഷേത്രം. ഇതിൽ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഈ ശക്തിയെ ഉയർത്തി ഉണർത്തുന്നതിന് വേണ്ടി എള്ളിൽ എണ്ണ എന്ന പോലെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിനെ 6 സമ്പ്രദായങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിന് ഷാൻമതങ്ങൾ എന്ന് അറിയപ്പെടുന്നു. സൗരം, ഗാണപത്യം, കൗമാരം, ശൈവം, വൈഷ്ണവം, ശാക്തേയം. സൗരം, സൂര്യോപാസന ചെയ്യുക. ഗായത്രി മുതലായ മന്ത്രങ്ങളെ കൊണ്ട് ഗുരുപദേശം അനുസരിച്ച് സൂര്യോപാസന ചെയ്യുമ്പോൾ അവർക്ക് ഐഹികവും ആമുഷ്യവുമായ ഐശ്വര്യപ്രാപ്തി ഉണ്ടാവും. അരോഗ ദൃഢഗാത്രരായിട്ടിരിക്കും സൂര്യോപാസകര്. ഗാണപത്യം, ഞാൻ ഇന്നലെ കൂടുതൽ സൂചിപ്പിച്ചു ഗണപതി ഉപാസനയുടെ പ്രസക്തി എന്താണെന്നുള്ളത്. ഗണപതി ഉപാസന കൊണ്ട് ഈ മൂലാധാര അധിഷ്ഠാന ദേവതയാണ്. ഏതൊരു ഉപാസനയ്ക്കും ആദ്യം ഗണപതി തുടങ്ങിയില്ലെങ്കിൽ ഉപാസനകളൊക്കെ വിഘ്നം സംഭവിക്കും. അതുകൊണ്ട് ഗുരുക്കന്മാരെല്ലാവരും മന്ത്രോപാസനയിൽ ആദ്യം ഗണപതിയെ ഉപാസിക്കാൻ ഉപദേശിക്കും. ആ ഗണപതി ഉപാസനയ്ക്ക് വിശേഷമായ ദിവസങ്ങളാണ്. എല്ലാ മാസവും ചതുർത്ഥി ഉത്തമമാണ്. വാർഷികമായി വരുന്ന ആചരണമാണ് വിനായക ചതുർത്ഥി. നിത്യവും ഗണപതിയെ പൂജിക്കുക, കറുകപ്പുല്ലുകൊണ്ട് അർച്ചന ചെയ്യുക, ചെമ്പരത്തി കൊണ്ട് അർച്ചന ചെയ്യുക, ഫലം സമർപ്പിക്കുക. ഗണപതി ഹോമം വിശേഷമായ ചടങ്ങാണ്. അതിൽ പങ്കെടുക്കുക, ഗണപതിയെ ഉപാസിക്കുക. മറ്റൊരു ഉപാസനയാണ് കൗമാരം, സുബ്രഹ്മണ്യോപാസന. സുബ്രഹ്മണ്യന്റെ അവദാനങ്ങൾ, കീർത്തനങ്ങൾ, ചരിത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. സ്വാമിജി വളരെ ഭംഗിയായി നമുക്ക് പറഞ്ഞു തന്നു. ആ സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രയത്രിംശത് ദേവതാ സ്വരൂപേഭ്യോ നമ എന്ന് വിഷ്ണു പുരാണത്തിലോ ഏത് പുരാണത്തിലും മന്ത്രമുണ്ട്. ത്രയത്രിംശത് ദേവതാ സ്വരൂപേഭ്യോ നമ. 33 ദേവതാ സ്വരൂപനാണ് സുബ്രഹ്മണ്യ സ്വാമി. ഈ 6 ആധാര ചക്രങ്ങളിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് ഷടാധാരനാഥൻ, 6 മുഖൻ, ഷൺമുഖൻ എന്നൊക്കെ പേര്. ആ 6 മുഖങ്ങൾ ഉണ്ടായതിന്റെ കഥാരൂപങ്ങളൊക്കെ ആ സ്വാമിജി നമുക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. ഇതിന്റെ തത്വമാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സുബ്രഹ്മണ്യ സ്വാമി ഉപാസിക്കുമ്പോൾ ഗുരുത്വം ഉണ്ടാവും. ഗുരുത്വം എന്ന് പറയുന്നത് വേണ്ടത് വേണ്ട സമയത്ത് പറയുവാനും ചെയ്യിപ്പിക്കുവാനും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന നമ്മൾ തന്നെയുള്ള ഒരു അനുഗ്രഹ കലയുടെ പേരാണ്. ഇത് ആദിഗുരുവായ ശിവനിൽ നിന്ന് തുടങ്ങുന്നതാണ്. ആ ശിവനും സുബ്രഹ്മണ്യമായിട്ട് 2ആയിട്ട് ഗുരുദേവൻ കണ്ടിട്ടില്ല, ഒന്നാണ്. തപ്തചാമീകരപ്രക്യം ശക്തിബാഹും ഷടാനനം മയൂരവാഹനാരൂഢം സ്കന്ദരൂപം ശിവം സ്മരേത്. സ്കന്ദന്റെ രൂപത്തിലോ ശിവനെ സ്മരിക്കുന്നു. 2 അല്ല, 1 തന്നെയാണ്. ആ ഗുരുത്വ സുബ്രഹ്മണ്യ സ്വാമി ഉപാസിക്കുമ്പോൾ ഗുരുത്വം ഉണ്ടാവും. വിജ്ഞാനികളായിത്തീരും, ശാസ്ത്ര പണ്ഡിതന്മാരായിത്തീരും, ഉദ്ദിഷ്ടകാരലബ്ധി ഉണ്ടാവും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ത്രയത്രിംശത് ദേവതാ സ്വരൂപേഭ്യോ നമ. 33 ദേവതകളുടെയും സ്വരൂപമാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയാൻ കാരണം. ആ സുബ്രഹ്മണ്യനെ ഉപാസിക്കുക, അതാണ് കൗമാരം. ശൈവം, വൈഷ്ണവം, ശാക്തേയം. ശിവനെ ഉപാസിക്കുക. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ചാൽ മതി. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ചാൽ ജന്മജന്മാന്തര ദുരിതങ്ങൾ തീരും. വേദത്തിലും തന്ത്രത്തിലും ഒരുപോലെ ആരാധിക്കപ്പെടുന്ന മന്ത്രമാണ്. യജുർവേദത്തില് ശ്രീരുദ്രം എന്ന സൂക്തത്തില് ഓം നമഃശിവായ ശിവതരായ ച എന്ന് തുടങ്ങുന്നു.
ഇവിടെ അഹം പഞ്ചാക്ഷരി ദേവി ത്വം പഞ്ചദശാക്ഷരി എന്ന് തന്ത്രത്തിൽ ഭഗവാൻ പറയുന്നു. ഞാൻ 5 അക്ഷരമുള്ളവനും നീ 15 അക്ഷരം ഉള്ളവളുമാണോ എന്ന് ദേവിയോട്. ആ 5 അക്ഷരം പഞ്ചാക്ഷരം ജപിക്കുമ്പോ ജന്മജന്മാന്തര ദുരിതങ്ങൾ തീരും, ഐശ്വര്യഭൂതിണ്ടാവും. ആ മഹിമ മനസ്സിലാക്കിയിട്ടാണ് ഗുരുദേവൻ ശിവശതകത്തില് ശിവ ശിവ നിൻ തിരുനാമമതോർത്തുകൊണ്ടാൽ എവിടെയും ഒന്നും അതിനു തുല്യമില്ല, ഇതു പലതും ഉള്ളിലറിഞ്ഞിരുന്നു ഞാൻ, ഇവിടെ ഈ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം. ഈ മന്ത്രം ജപിക്കുക. സോമവാര വ്രതം തുടങ്ങി ഒട്ടനവധി പ്രദോഷം ഒക്കെ ശൈവ ഉപാസന വ്രതങ്ങളാണ്. ശിവനെ ഉപാസിക്കുന്ന പദ്ധതി ശൈവം. ഇനി വൈഷ്ണവം. ഓം നമോ നാരായണായേതി മന്ത്രോപാസക വൈകുണ്ഠ ഭുവനലോകം ഗമിഷ്യതി എന്ന് വേദത്തിൽ പറയുന്നു. ആ മന്ത്രം ജപിക്കുമ്പോൾ കുടുംബത്ത് സമൃദ്ധി ഉണ്ടാവും. ശിവപഞ്ചാക്ഷര മന്ത്രവും നാരായണ മന്ത്രവും കൂടിച്ചേരുമ്പോൾ ഒരു വൈഷ്ണവ മന്ത്രം തന്നെ ഉണ്ടാവും, രാമ. ഇതെല്ലാം വൈഷ്ണവ ഉപാസന മന്ത്രങ്ങളാണ്. ഏകാദശി മുതലായ വ്രതങ്ങൾ വൈഷ്ണവ ഉപാസനകളാണ്. മറ്റൊരു ഉപാസനയാണ് ശാക്തേയം. ഇത് 6 മതങ്ങളാണ്. ദേവിയെ ഉപാസിക്കുന്നതാണ്. ശക്ക് എന്ന ധാതുവിൽ നിന്നാണ് ശാക്തം എന്ന പദമുണ്ടായത്. ഉപാസന ചെയ്യുന്നവരെ ഉയർത്തുന്നവളാണ് ദേവി. അത് കാളി, താര, ചിന്നമസ്ത, ബഗള, കമലാത്ത്, ബിരഭൈരവി തുടങ്ങി 10 ദേവി സ്വരൂപങ്ങളുണ്ട്. ഈ ഉപാസനകളൊന്നും കേരളത്തിൽ പ്രചാരമില്ല. എന്നാൽ ഭദ്രകാളി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, സരസ്വതി, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി തുടങ്ങിയ ആരാധനകൾ കേരളത്തിലുണ്ട്, നാം ആരാധിക്കുന്നുണ്ട്. ഭദ്രം കലയതി ഇതി ഭദ്രകാളി. എല്ലാ പ്രകാരത്തിലുള്ള ഭദ്രതകളെ പ്രദാനം ചെയ്യുന്നവരാണ് ഭദ്രകാളി. ആ ദേവി പരാശക്തിയെ കാളി സ്വരൂപത്തിലും ദുർഗാ സ്വരൂപത്തിലൊക്കെ നമ്മൾ ആരാധന ചെയ്യുന്നു. ഇത് ശാക്തേയം. പലമത സാരവും ഏകം എന്ന് ഗുരുദേവൻ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചാവണമെന്ന് ഞാൻ കരുതാണ്. കാരണം ഗാണപത്യ മതമാണ്, സൗരം മതമാണ്. ഈ മതങ്ങളുടെയൊക്കെ സാരം ഒന്നാണെന്ന് പറയാൻ കാരണം ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തു നിന്നും നിലംപതിക്കുന്ന വെള്ളത്തുള്ളികൾ, നീർച്ചാലുകൾ, പുഴകൾ, നദികളൊക്കെ ആയി സമുദ്രത്തിൽ എത്തിച്ചേരുന്നു എന്നതുപോലെ ഈ ഏതൊരു ഉപാസനയെ നാം അവലംബിച്ചാലും അന്തിമത്തിൽ ഒരേ ഒരു പരമശിവപദത്തിലാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഉപാസനകൾ ഉള്ളത് കൊണ്ട് തന്നെ 33 ദേവതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് സനാതന ധർമ്മത്തിന്റെ വൈശിഷ്ട്യം. കാരണം ഭക്തന്റെ അഭിരുചിക്കനുസരിച്ച് സാധന ചെയ്യാൻ പറ്റുന്നതാണ്. ചില ദേവതോപാസനയൊന്നും സാധാരണക്കാർക്ക് പറ്റാത്തതുണ്ടാവാം, കുട്ടികൾക്കോ അല്ലെങ്കിൽ ഗൃഹസ്ഥന് പറ്റാത്ത ഉപാസനകൾ ഉണ്ടാവാം. അത് തന്നെയാണ് ഇവിടുത്തെ വൈശിഷ്ട്യം. ഓരോ ഭക്തനും അവരവരുടെ സ്ഥലമനുസരിച്ചും അഭിരുചി അനുസരിച്ചും ഇഷ്ടദേവതയെ ആരാധിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ഇനി ഏതൊരു ഉപാസനയെ അവലംബിച്ചാൽ അന്തിമത്തിൽ ഒരേ ഒരു സ്ഥലത്ത് എത്തിച്ചേരും എന്നുള്ളതാണ് സനാതന ധർമ്മിഷ്ഠന്റെ ഏകദൈവ വിശ്വാസം. ഇത് ഒരു വ്യക്തി അനുഷ്ഠിക്കുകയാണെങ്കിൽ വ്യക്തിക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. ഈ സാധന ചെയ്യുമ്പോ പാലാഴി മഥനം ചെയ്യുന്നത് പോലെയാണ്. ശാന്തി പറഞ്ഞ പോലെ ഞാൻ കുറെ മന്ത്രമൊക്കെ ജപിച്ചു, എനിക്കെന്നും കഷ്ടകാല, എനിക്ക് യാതൊരു മേൽഗതി ഇല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാലാഴി മഥനം സൂചിപ്പിച്ചത്. പാലാഴി മഥനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? മഹത്തരമായിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അമൃത്. പക്ഷെ ആദ്യം കിട്ടിയത് എന്താണെന്നറിയോ? കാളകൂടം എന്ന മാരക വിഷമാണ്. അത് കണ്ട് പേടിച്ചിട്ട് അവർ ഓടിപ്പോയിരുന്നെങ്കിൽ ഒരു കാലത്തും അവർ നന്നാവില്ല. പക്ഷെ അതിനെ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോ വിഘ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോവാതിരിക്കുക. പിന്നീട് മഥനം ചെയ്തപ്പോൾ കിട്ടിയത് അപ്സരസ്സുകളും ഉച്ചൈസ്രവസ്സും ഐരാവതും തുടങ്ങിയ കന്യകമാരും അങ്ങനെ വലിയ വലിയ രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഐശ്വര്യങ്ങൾ ഉണ്ടാവും ഉപാസന കൊണ്ട്. പക്ഷെ ഐശ്വര്യങ്ങളിൽ മതിമറന്ന് പോകരുത്. അപ്പോ വിഘ്നങ്ങളില് പിന്മാറാതെയും ഐശ്വര്യങ്ങളില് മതിമറക്കാതെയും ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഉപാസന. അന്തിമത്തിൽ അപ്പോൾ നമുക്ക് ഉപാസന ചെയ്യുമ്പോൾ ഐശ്വര്യം ഉണ്ടാവും, അന്തിമത്തിൽ നമുക്ക് മോക്ഷത്തെ സാധിക്കും, അതിൽ സംശയമില്ല. ദേവന്മാർക്ക് അമൃത് കിട്ടിയതുപോലെ ഇത് വ്യക്തി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഗുരുപദേശം അനുസരിച്ച് ചെയ്യുന്നു. എന്നാൽ സാധാരണക്കാരിൽ ഇതും സാധിക്കാത്തവരുണ്ടാവും.
അപ്പോൾ സാമൂഹ്യമായി എല്ലാ സാധാരണക്കാർക്കും ഈ ഐശ്വര്യത്തെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗീശ്വരന്മാർ അഥവാ ഋഷിമാർ നമുക്ക് ക്ഷേത്രം എന്ന സംവിധാനം ഉണ്ടാക്കി തന്നത്. തന്ത്രശാസ്ത്രത്തിന്റെ ബലത്തിൽ ഈ ചൈതന്യത്തിന് കുടിവെച്ച് പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയാണ്. ഈ ദേവീ ദേവതാ സ്വരൂപങ്ങളെ അതിന് ധ്യാന ശ്ലോകം, മനസ്സിന്റെ ഏകീകരണത്തിന് വേണ്ടി വിവിധ ധ്യാനങ്ങളിൽ ആ ദേവീ ദേവന്മാരെ ആരാധിച്ച് ആ മന്ത്ര ചൈതന്യം ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് ആ താന്ത്രികർ സന്നിവേശിപ്പിക്കുന്ന പ്രക്രിയയാണ് ക്ഷേത്രം. ആ ക്ഷേത്രം നിർമ്മിക്കാൻ ചില സ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്. 4 കൂടി കവലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യുന്ന പോലൊന്നും ക്ഷേത്രത്തിന് സാധ്യമല്ല. വാസ്തുശാസ്ത്രം, ജ്യോതിശാസ്ത്രം, തന്ത്രശാസ്ത്രം എന്നിവ സംഗമിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ തീർത്ഥാന്തേ തടിനീ തടേ ജലനിധു തീരേ സരിൽ സംഗമേ, ഇത് ഈ ക്ഷേത്രത്തിന് നിർമ്മിതിക്ക് വേണ്ടി പറയുന്ന വാസ്തുശാസ്ത്രത്തിലെ പ്രമാണമാണ്. അപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിനൊരു ഗുരു, അതിനാണ് തന്ത്രി എന്ന് പറയുന്നത്. ആചാര്യവരണം നടത്തി തന്ത്രി നിശ്ചയം പോലെ ക്ഷേത്രത്തിന് സ്ഥാനം കൽപ്പിച്ച് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരമാകുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ദേവന്റെ ശരീരമാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ശരീരമാണ് ക്ഷേത്രം. അതെങ്ങനെയാണ്? നമ്മൾ ക്ഷേത്രം പണിയുന്നതിന് മുൻപ് ആദ്യമായി ശ്രീകോവിൽ അടിയില് ഷടാധാര പ്രതിഷ്ഠ നടത്തും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഈ മനുഷ്യ ശരീരത്തിൽ സൂക്ഷ്മതലത്തിലുള്ള ഈ ആധാര ചക്രങ്ങളുടെ പ്രതീകമാണ് ഷടാധാര പ്രതിഷ്ഠ. ആധാരശില, നിധികുംഭം, പത്മം, കൂർമ്മം, യോഗനാളം, നപുംസകശില. ഇത്രയും കഴിഞ്ഞാൽ ശ്രീകോവിലെ തറപ്പണി കഴിഞ്ഞു. അതിനുപരിയായിട്ടാണ് പീഠം, സഹസ്രാരപത്മത്തിന്റെ സ്ഥാനമാണ്. ആ പീഠത്തിന്റെ മുകളിലാണ് ദേവതയെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അവിടെ സൂക്ഷ്മ ശരീരം കഴിഞ്ഞു. ഇനി പ്രതിഷ്ഠിക്കപ്പെടുന്നത് ബിംബചൈതന്യങ്ങൾ കാരണ ശരീരമാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ ക്ഷേത്രത്തിൽ എന്താണ്? ശ്രീകോവില് കാണാം. അതിന്റെ മുൻപിൽ തന്നെ ഒരു നമസ്കാര മണ്ഡപം കാണാം. ആ നമസ്കാര മണ്ഡപം ഒന്ന് മാറ്റി കളഞ്ഞാൽ തന്നെ എത്ര ആൾക്കാർക്ക് സുഖമായിട്ട് തൊഴാം. ചിന്തിച്ചിട്ടില്ലേ നിങ്ങള്? മാത്രമല്ല പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാല് തട്ടി തടയും ആ ബലിക്കല്ലുകൾ. എന്ത് ആവശ്യമാണ് അതിന്റെ? അതില്ലെങ്കിൽ എത്ര സുഖമായി നടക്കാം. അതൊന്നില്ലാതെ ഈശ്വരനെ ആരാധിക്കാം. അപ്പൊ അതിന്റെ പേര് ഭജനമണ്ഡപം എന്നാവും, ക്ഷേത്രം എന്നാവില്ല. അവിടെയും ഒരേ ഈശ്വരനാണ്, ഇവിടെ. പക്ഷെ ക്ഷേത്രമാകുമ്പോ അതിന് അതിൻ്റെതായ ശാസ്ത്രമുണ്ട്. അപ്പോൾ ശ്രീകോവില് നമസ്കാര മണ്ഡപം, ചുറ്റും ഉണ്ണിയപ്പം കമഴ്ത്തി വെച്ച പോലെയുള്ള കുറെ കല്ലുകൾ. പിന്നെ മുന്നോട്ട് വന്നാൽ നാലമ്പലം, പുറകോട്ട് ഇറങ്ങും ഒരു വലിയ ബലിക്കല്ല്, പിന്നെ പുറകോട്ട് ഇറങ്ങും പ്രദക്ഷിണ വഴി, പിന്നെയും കാണുന്നത് ധ്വജം, കൊടിമരം, പിന്നെയും പുറകോട്ട് പോകുമ്പോഴാണ് ഗോപുരം. ഇത് ഭൗതികമായ ശരീരമാണ്. ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ. ഗർഭഗൃഹം എന്ന് പറയുന്ന ശ്രീകോവില് ശിരസാണ് ഭഗവാന്റെ. അന്തരാളം മുഖം തഥാ, ചുറ്റും കാണുന്ന ബലിക്കലുകൾ മുഖമാണ്. സുഖാസനം ഗളം ശൈവ, നമസ്കാരം ഉണ്ടാവും ഭഗവാന്റെ കഴുത്താണ്. അപ്പൊ അതവിടെ നിന്ന് മാറ്റി വെച്ചാൽ എന്താ സ്ഥിതി? അർദ്ധമണ്ഡപം, മഹാമണ്ഡപം, കുക്ഷിസ്യാത്, നാലമ്പലം ഈ വയറു വരെയുള്ള ഭാഗ. പ്രാകാരം ജാനുജങ്കയോഹോ, വിളക്കുമാടം എന്ന ഒന്നുണ്ട്, ചുറ്റും കണ്ടിട്ടുണ്ടാവും. അത് ഈ ക്ഷേത്രത്തിന്റെ ഒരു അവയവമാണ് വിളക്കുമാടം. കുക്ഷിസ്യാത്, പ്രാകാരം, ജാനുജങ്കയോഹ, അഗ്നി പ്രാകാരം എന്ന് പറയുന്നത് കണങ്കാല് വരെയുള്ള ഭാഗമാണ്. ഗോപുരം ദേവപാദം സ്യാത്, ഗോപുരം ദേവന്റെ പാദമാണ്. യദ്യതേ ലക്ഷണം ശുഭം. അപ്പൊ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യവിധീയതേ. ദേഹോ ദേവാലയ പ്രോക്ത, ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. ഈ ദേഹമാണ് ക്ഷേത്രപുരുഷന്റെ ദേഹമാണ്, അതിലെ ജീവൻ സദാശിവൻ, ആ പ്രതിഷ്ഠിക്കപ്പെടുന്ന ദേവത. ഇത് സ്ഥൂല ശരീരം, അടിയിൽ സൂക്ഷ്മ ശരീരം, ശ്രീകരകത്ത് ചൈതന്യം, കാരണ ശരീരം. ഇത്രയുമാണ് ശരീരത്രയം. അതിന്റെ സംഗമമാണ് ക്ഷേത്രം. അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിതി ചെയ്താൽ ഈ ആധാര ചക്രങ്ങളുടെ പ്രകടമായ സ്വരൂപം ശ്രീകോവിൽ സമാനമാണ്. പടി, ഗളം, കുമുദം, ജഗതി, കുമുദം തുടങ്ങിയ സമ്പ്രദായത്തിലുള്ളതാണ്. അതേ മാതൃകയാണ് വലിയ ബലിക്കലിനുള്ളത്. അത് മൂലാധാര സ്ഥാനമാണ്. മൂലാധാരത്തിന് താഴെ തുടങ്ങി മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന അട്ടല് സുഷുമ്ന നാഡിയ സ്ഥാനമാണ്
ധ്വജം, കൊടിമരം, 2 കയറുണ്ടാവും. ഇട, പിങ്കള എന്ന 2 നാഡിയാണ്. ഭഗവാന്റെ കുണ്ഡലിതമായിരിക്കുന്ന ശക്തിയെ മുകളിലേക്ക് ഉയർത്തുന്ന പ്രക്രിയയാണ് കൊടിക്കയറല്. അത് ഉത്സവം എന്ന പ്രകടനത്തെ കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ സൂചിപ്പിക്കാത്തത്. ഇതാണ് അവയവങ്ങൾ. അപ്പോ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ദേവന്റെ ശരീരമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിൽ ആചാര്യൻ നിശ്ചയിക്കപ്പെട്ട ദേവതയുടെ ക്രിയാദികൾ ചെയ്ത് ആ വിഗ്രഹത്തിന് ചില ജലാധിവാസം തുടങ്ങിയ ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം ആ ദേവതയെ ആവാഹിച്ച് ചൈതന്യം സാന്നിധ്യപ്പെടുത്തി ചില വിശേഷ ക്രിയകളൊക്കെ വിഗ്രഹത്തിൽ ചെയ്യുന്നത്. എങ്ങനെയാണോ ഒരു ശിഷ്യന് മന്ത്രം ഉപദേശിക്കാൻ ഗുരു ശിഷ്യനെ പാകപ്പെടുത്തി എടുക്കുന്നത്, അതേപോലെ ആ ബിംബത്തെ പാകപ്പെടുത്തി എടുക്കുന്ന ക്രിയകളാണ് ജലാധിവാസം, ജലോദ്ധാരം, ഔഷധ അഭിഷേകങ്ങള്, അന്ധചക്ഷു കണ്ണു കീറൽ തുടങ്ങിയ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ശ്രീലകത്ത് കൊണ്ടുപോയി വാദ്യഘോഷങ്ങളോടുകൂടി ശുഭമുഹൂർത്തത്തിൽ സന്നിൽ സമൃദ്ധമായിരിക്കും ചൈതന്യത്തിനെ ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രകൃതിയെ, ഈ പീഠത്തിനെ പ്രകൃതിയായും ബിംബത്തെ ശിവനായും കൽപ്പിച്ചിട്ടാണ് പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. പ്രകൃതി പുരുഷനും ശിവശക്തിയുടെ സംയോഗമാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവാവാഹന ചെയ്ത് വിവിധ കലശാഭിഷേകങ്ങൾ ചെയ്ത് മന്ത്രവത്താക്കി തീർക്കും. അപ്പോൾ അതിന് ചുറ്റുമായിരിക്കുന്ന കല്ലുകൾ, ഓരോ ദേവതകളും പരിവാര പ്രതിഷ്ഠയാണ്. ശ്രീകോവില് നേരെ മുൻപിൽ കൊണ്ട് ദിക്പാലകന്മാരും ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വായു, വരുണൻ, വായു, സോമൻ, ഈശാനൻ. അവിടെ തന്നെ ബ്രഹ്മാവ്, നിരുതിയില് അനന്തന്റെ കല്ല്, തെക്കു ഭാഗത്ത് ദീർഘപീഠത്തില് 9 കല്ലുണ്ടാവും. വീരഭദ്രനും ഗണപതിയും ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട എന്ന് പറയുന്ന സപ്തമാതൃക്കൾ. ഇങ്ങനെയാണ് അന്തരാളം, മുഖം തഥ ആ ബലിക്കല്ലുകളുടെ പേരുകൾ സാമാന്യമായി അറിഞ്ഞിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചത് മാത്രം. അങ്ങനെ ക്ഷേത്ര പ്രതിഷ്ഠ നിർവഹിച്ചിട്ട് ഇന്ന കാര്യങ്ങളെ കൊണ്ട് ഇവർ ആരാധന ചെയ്യണമെന്ന് ആചാര്യൻ നിശ്ചയിക്കുന്നു. ആ പ്രതിഷ്ഠിക്കുമ്പോ ലോകാനുഗ്രഹേത്വർത്ഥം, ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി ഈ ചൈതന്യം ഇവിടെ നിലനിൽക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഈ തന്ത്രിക്കുള്ളത്. അപ്പോൾ നിത്യനിദാനങ്ങൾ വിഘ്നം കൂടാതെ നടന്നുകൂടുമ്പോൾ അവിടെ ആരാധകനും അർച്ചകനും ആചാര്യനും വിശേഷ നിത്യ നൈമിത്യ ക്രിയകൾ ചെയ്യുമ്പോൾ അവിടെ ചൈതന്യ പുഷ്ടി ഉണ്ടാകും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ താന്ത്രിക സാധകൻ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങൾ സാധാരണക്കാരന് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാകുന്നത്? ഇവിടെ ഒരുപാട് എഞ്ചിനീയറിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. ഷഡാധാര പ്രതിഷ്ഠ, സ്ഥാപത്യ വേദത്തിന്റെ കാര്യങ്ങൾ, താന്ത്രിക ക്രിയകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സാധാരണക്കാരൻ അറിയില്ല. സാധാരണക്കാരന് തന്ത്രം അറിയില്ല, മന്ത്രം അറിയില്ല, ജ്യോതിഷം അറിയില്ല, വാസ്തുശാസ്ത്രം അറിയില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ആകെ തുകയായിരിക്കുന്ന ആ ക്ഷേത്രത്തിലുള്ള തുളുമ്പും ചൈതന്യം അത് സാധാരണക്കാരൻ ലഭിക്കും. വീട്ടില് ഭക്ഷണ സാധനങ്ങൾ എല്ലാവരും പല സ്ഥലത്ത് പോയി വാങ്ങിക്കൊണ്ടുവന്നാലും പാകം ചെയ്യുന്നത് ഒരാളായിരിക്കും, അമ്മ. കഴിക്കുന്നത് പക്ഷെ എല്ലാവരും കൂടിയാണ്. അതേപോലെ അപ്പൊ എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കി അറിഞ്ഞോളന്നില്ലേ വീട്ടില്? അതേപോലെ ഈ ശാസ്ത്രങ്ങളിലൊക്കെ ആകത്തുക ഈശ്വര ചൈതന്യം നമുക്ക് അനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ വീട് പണിത ചെത്തി തേച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്വിച്ചുകൾ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇലക്ട്രീഷ്യനും പ്ലംബിങ്ങും ഒന്നും അറിയാത്ത വീട്ടിലെ വൃദ്ധർ അമ്മാമ്മമാരും അച്ചാച്ചന്മാരൊക്കെ ഉണ്ടാവും, മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ. പക്ഷെ അവർക്ക് ഇലക്ട്രീഷ്യനും പ്ലംബിങ്ങും ഒന്നും അറിയില്ലെങ്കിലും അവർ പോയി ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തും, മറ്റൊരു സ്വിച്ച് ഇട്ടാൽ മോട്ടറിൽ നിന്ന് വെള്ളം വരും, വേറെ സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും. അവർക്ക് ഇലക്ട്രീഷ്യൻ അറിയില്ല. ഒന്നും അറിയാത്തവർക്ക് പോലും അതിന്റെ അനുഗ്രഹം കിട്ടുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നിട്ട് നാളെ വന്നിട്ട് ഈ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരു സ്വിച്ച് ഇടണം. നാളെ വന്നിട്ട് കണ്ണശാന്തിയോട് ചോദിക്കുക ഏത് ഭാഗത്താണ് ആ അനുഗ്രഹം കിട്ടുന്ന സ്വിച്ച്. ഇന്നലെ ശുഭശാന്തി പറഞ്ഞല്ലോ, അത് പോയി തപ്പി നടക്കണ്ട. ആ സ്വിച്ച് 5 കാര്യങ്ങളാണ്. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ 2 തരം ശുദ്ധിയെ പാലിക്കണം, പഞ്ചശുദ്ധികളെ പാലിക്കണം. അത് നമുക്കറിയാം. അത് ചറവണാവണ്ടെന്ന് കരുതി ഞാൻ പറയാതിരിക്കുന്നതാണ്. മനഃശുദ്ധിയും ശരീരശുദ്ധിയും വേണം. യുക്തഹസ്തം തു വർജയേത്. സ്വാമിജി മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
ഈ ഗർഭിണിയെ കാണാൻ പോകുമ്പോഴും ഗുരുവിനെ കാണാൻ പോകുമ്പോഴും രാജാവിനെ കാണാൻ പോകുമ്പോഴും ഒന്നും വെറും കൈയോടെ പോവില്ല. ഈശ്വരനെ ആരാധിക്കാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ. അത് എന്തെന്നുള്ളതാണ്. അവിടെ ശ്രദ്ധാഭക്തി പുരസ്സരം നാം എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. പത്രം പുഷ്പം ഫലം തോയം. വെള്ളമായിക്കോട്ടെ, ഇലകളായിക്കോട്ടെ, പുഷ്പമായിക്കോട്ടെ, അത് ഭക്തിയും ശ്രദ്ധയും വേണം. ഇത് രണ്ടും കൊണ്ടാണ് അമ്പലത്തിൽ പോകേണ്ടത്. ഇത് രണ്ടുമില്ലാത്തവർ പോയിട്ട് കാര്യമില്ല. ശ്രദ്ധാഭക്തി പുരസ്സരം ക്ഷേത്രത്തിൽ ചെന്നാൽ 5 കാര്യങ്ങൾ ചെയ്യുക. 2 കൈകൾ കൂപ്പി തൊഴണം. ഇതിന് വന്ദനം എന്ന് പറയും. ഇത് ഇട പിങ്കൾ എന്ന 2 നാടുകളുടെ പ്രതീകമാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങൾ പ്രതീകമാണ് ഈ 2 കൈവിരലുകൾ. അപാത്മനെ ജലം കൽപ്പിയാമി, പൃഥ്വിയാത്മനെ ഗന്ധം കൽപ്പിയാമി തുടങ്ങിയ മാനസപൂജനത് പ്രകടമാണ്. അപ്പോൾ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം മനസ്സും ഏകീകൃതമായിട്ട് 2 കൈകളും കൂപ്പി താമര മുട്ടുപോലെ, പുഷ്പത്തിന്റെ മുട്ടുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഹൃദയത്തിലോ ശിരസിലോ വെച്ച് തൊഴണം. ഇതിനെയാണ് വന്ദനം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഏകീഭാവം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലാതെ സെല്യൂട്ട് അടിക്കുന്ന സമ്പ്രദായം ഒന്നും നമുക്ക് എവിടെയുള്ളതാണെന്ന് എങ്ങനെ വന്നു എന്നൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് പഠിച്ചതാണോ എന്ന് അറിയില്ല. നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കൈകൾ കുപ്പി തൊഴണം. വന്ദനം. പ്രദക്ഷിണം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ദേവനിലേക്ക് അടുക്കുകയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ നമ്മൾ തിരിക്കുമ്പോൾ അത് തിരിഞ്ഞ് തിരിഞ്ഞ് തുളഞ്ഞ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് പോലെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ദേവനിലേക്ക് അടുക്കുന്നു. പദാൽ പദാന്തരം ഗച്ഛേ. ഒരു കാല് വെച്ച് മറ്റൊരു കാല് ചേർത്ത് വെച്ച് പോകുന്ന പ്രദക്ഷിണം ഉത്തമം. സാധിച്ചാൽ ചെയ്യുക. അല്ലെങ്കിൽ ആസന്ന പ്രസവ നാരി തൈലപൂർണ്ണ യഥാഘടം. പ്രസവകാലം അടുത്ത ഒരു സ്ത്രീ ഒരു കുട എണ്ണയുമായി എത്രയും വേഗതയിൽ സഞ്ചരിക്കുമോ അത്രയും വേഗതയെ പാടുള്ളൂ. മാത്രമല്ല ദേവതാഹൃതി. ഇവിടെ മനസ്സ്, വാക്കും കർമ്മം നമുക്ക് ഒരേപോലെ ആവാണ്. ദേവതാഹൃതി, ദേവതയെ മനസ്സിൽ സ്മരിക്കണം. മന്ത്രം ജപിക്കണം. കരോ ചലന വർജിതോ. കൈകൾ ഇങ്ങനെ ആട്ടി പോവാൻ പാടില്ല. മനസ്സും ശരീരവും വജസ്സും ഒരേപോലെ ആവണം. അതുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ കൂടെയുള്ളവരൊക്കെ നമ്മുടെ ഇടത്തും വലത്തുമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീട്ടുവിശേഷങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പ്രദക്ഷിണം നടക്കുക. വടക്കുനാഥനൊക്കെ പോയി ഒരു പ്രദക്ഷിണം ചെയ്യണമെങ്കിൽ ഒരു കൊല്ലത്തെ വിശേഷം പറഞ്ഞാൽ തീരില്ല. അപ്പോ പ്രദക്ഷിണം അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്, നാമം ജപിച്ചിട്ടാണ്. വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം. ഉരസ ശിരസ വാച. പുരുഷന്മാരാണെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യുക. അഹന്ത വെടിയും. അഹങ്കാരം ശമിക്കും, പാപങ്ങൾ ശമിക്കും. എല്ലാവരെയും നമസ്കരിക്കണമെന്ന് പറയുന്നില്ല. അങ്ങനെ കണ്ടവരുടെയൊക്കെ കാൽമ വീഴേണ്ട കാര്യവുമില്ല. സ്വന്തം പാപങ്ങൾ ദുരിതം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവരെ നമസ്കരിക്കുക. ഗുരുക്കന്മാരെ നമസ്കരിക്കും, സന്യാസിമാരെ നമസ്കരിക്കും, അച്ഛനമ്മമാരെ നമസ്കരിക്കും, ഈശ്വരനെ നമസ്കരിക്കും. ഇത്രയും എൻ്റെ അറിവിൽ കേട്ടിട്ടുള്ളൂ. അങ്ങനെ നമസ്കരിക്കുമ്പോൾ അഹന്ത വെടിയും, ദുരിതങ്ങൾ ശമിക്കും. വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം, സ്തോത്ര പഠനം. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വഴിപാട് കൗണ്ടറിനുള്ളിലേക്ക് കൈയിട്ടിട്ട് എന്തോ ഒരു വഴിപാടാണെങ്കിൽ അപ്പുറത്ത് പോയി പ്രസാദം മേടിച്ച് ഓടി പോകുന്നില്ലെങ്കിൽ ക്ഷേത്ര ആരാധനയേ ആവില്ല. ക്ഷേത്ര ആരാധന പൂർത്തിയാവണമെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ക്ഷേത്രത്തിൽ വന്ദനവും പ്രദക്ഷിണവും നമസ്കാരം കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ ഇരുന്ന് ആ പശ്ചാത്തലത്തിൽ എവിടെയെങ്കിലും ഇരുന്നോ നിന്നോ നാമം ജപിക്കണം. ഇഷ്ടമുള്ള നാമങ്ങൾ ജപിച്ചോളൂ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ വന്നിട്ട് നമശിവായ ജപിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു വിരോധം ഉണ്ടാവില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ അഷ്ടോത്തര നാമാവലി സഹസ്രമൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾ നമശിവായ ജപിച്ചോളൂ. ഇനി ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിയുടെ സ്തോത്രങ്ങൾ അറിയില്ലെങ്കിലും നമശിവായ ജപിച്ചോളൂ. വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോയിട്ട് വിഷ്ണുവിന്റെ നാമങ്ങൾ അറിയില്ലെങ്കിലും നമശിവായ ജപിച്ചോളൂ. കാരണം സർവ ശിവസ്ഥാനോ പുരുഷ വിഷ്ണു സഹസ്രനാമത്തിൽ ശിവന്റെ പര്യായമുണ്ട്. അപ്പോ അവിടെ ഒന്നും പോരായ്മകളില്ല. ശകാരം ഉത്തരമായിരുന്ന വള്ളി ഇടുമ്പോഴാണ് ശിവനാകുന്നത്. ആ വള്ളി ദേവിയാണ്. അതില്ലെങ്കിൽ പിന്നെ ശിവന്റെ വള്ളി മാറ്റിട്ട് നിങ്ങൾ ഉച്ചരിച്ച് നോക്കിയാൽ ശിവൻ എന്താവുന്നു? അതാ സ്ഥിതി. അതുകൊണ്ട് കുറച്ച് സമയം നാമം ജപിക്കുക. അന്തിമത്തിൽ ചെയ്യുന്ന കാര്യമാണ് പ്രസാദ സ്വീകരണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രസാദം എന്ന വാക്കിന് സന്തോഷം അഥവാ അനുഗ്രഹം എന്നാണ് അർത്ഥം. അത് ഭഗവാന് ഏതെങ്കിലും പ്രകാരത്തിൽ സമർപ്പിതമായതാണ് പ്രസാദാവുള്ളൂ.
വരാനിരിക്കുന്ന അടുത്ത കൊല്ലത്തേക്കുള്ള അരവണകൾ ഇപ്പോൾ റെഡിയായി എന്ന് പറഞ്ഞാൽ അത് പ്രസാദം അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. യജ്ഞശിഷ്ടാശിന സന്തോം ഉച്ചന്റെ സർവകിൽബിഷൈഹി. യജ്ഞത്തിന്റെ ശിഷ്ടമാണ് പ്രസാദം. അത് ഉച്ചന്റെ സർവകിൽബിഷൈഹി, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രാപ്തമാകണം പ്രസാദം. അത് തീർത്ഥമോ ചന്ദനമോ അർച്ചിത പുഷ്പമോ നിവേദ്യങ്ങളോ ആവട്ടെ, ഇതൊക്കെ പ്രസാദങ്ങളാണ്. വലത് കയ്യിലാണ് പ്രസാദം സ്വീകരിക്കുക, ഇടത് കയ്യിലാക്കണം. വലത് കൈയുടെ മോതിര വിരൽ കൊണ്ട് തൊടണം. എന്നിട്ട് ഈ ചന്ദനം എന്ത് ചെയ്യണം? ഏതെങ്കിലും അമ്പലത്തിന് തൂണുമ്പോൾ തേച്ച് വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഒരു പ്രമാണം ഉണ്ട്. എന്തിനാണ്? ഗർഭഗൃഹം ശിരപ്രോക്തം. ഭഗവാന്റെ ശിരസ്സാണ് ശ്രീകോവില്. അന്തരാള മുഖം തഥാ, ചുറ്റുമുള്ള വെലുക്കലുകള് മുഖമാണ്. സുഖാസനം ഗളം ചെയ്യുക, ഈ കഴുത്താണ് നമസ്കാര മണ്ഡപം. അപ്പോ ഈ ക്ഷേത്രം ഭൗതികമായ ശരീരമാണ്. ഏതെങ്കിലും തൂണുമ തുടച്ച ഭഗവാന്റെ ഏതെങ്കിലും അവയാവുന്നുള്ള സത്യമല്ലേ? ഇപ്പൊ ഞാൻ കൊടകരക്കാരനാണ്, കൊടകരന്റെ വീട്. ഇപ്പൊ ഞാൻ മുറുക്കുന്ന ശീലമുണ്ട്, വെറ്റിലടയ്ക്ക ചുണ്ണാമ്പ്. ഞാൻ പോണേക്കര വന്നു, എന്നിട്ട് ഇത്തിരി ചുണ്ണാമ്പ് ചോദിച്ചു. ആ പോണേക്കരക്കാര് ഒട്ടും പിശുക്കരല്ലാന്ന് എന്നെ കാണിക്കാൻ വേണ്ടി എനിക്ക് ഒരു നട ചുണ്ണാമ്പ് തന്നു. ഞാൻ ആ ചുണ്ണാമ്പിൽ നിന്ന്, ചുണ്ണാമ്പ് എന്നല്ലേ പറയും ഇവിടെ, 100, എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് തന്ന ആളുടെ മുഖത്തങ്ങോട്ട് തേച്ചു. എന്താ സ്ഥിതി? ഇവിടെ പിന്നെ ഭഗവാൻ അഷ്ടബന്ധക്കിട്ട് ഉറപ്പിച്ചേക്കണ കാരണം എഴുന്നേറ്റ് വന്ന് തല്ലില്ല. അതുകൊണ്ട് ഈ ചന്ദനം ഇവിടെ തേക്കരുത്. പ്രസാദം അർച്ചിച്ച പുഷ്പം നിലത്ത് വീണ് ചവിട്ടരുത്. അത് കൊണ്ടുപോകണം. പ്രസാദ സ്വീകരണം കഴിയുമ്പോഴാണ് ഒരു ക്ഷേത്ര ആരാധന പൂർത്തിയാകുന്നത്. വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം, സ്തോത്ര പഠനം, പ്രസാദ സ്വീകരണം, ഈ 5 കാര്യങ്ങൾ ചെയ്ത് മാതൃകാപരമായി ക്ഷേത്ര ആരാധന നിത്യവും ചെയ്യുമ്പോൾ ഒരു മന്ത്രസാധകന് കിട്ടുന്ന ഐശ്വര്യങ്ങളെല്ലാം സാധാരണക്കാരന് ലഭിക്കുന്നു. അതിനുവേണ്ടിയാണ് ദിഷണാശാലികളായ ഋഷീശ്വരന്മാർ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് ഈ സംവിധാനമാണ് സനാതന ധർമ്മത്തിന്റെ ജീവിക്കുന്ന സാംസ്കാരിക കേന്ദ്രം, ധാർമ്മിക കേന്ദ്രം, ആധ്യാത്മിക കേന്ദ്രം എല്ലാം. അങ്ങനെയായി കാലഘട്ട പ്രസക്തിയുള്ള ഈശ്വര ഉപാസന സങ്കേതം ഇന്ന് ക്ഷേത്രം മാത്രമായിരിക്കുകയാണ്. അപ്പൊ ആ സംസ്കാരം നമുക്ക് നിലനിർത്തണം. അങ്ങനെ എല്ലാ ഭക്തന്മാരും ഒരുമിച്ച് വന്ന് ഒരേ മനസ്സോടുകൂടി ഈ വന്ദന, പ്രതിഷ്ഠ, നമസ്കാര, സ്തോത്ര പഠനങ്ങൾ ചെയ്ത് ഒരുമിച്ച് നാമം ജപിച്ച് സാമൂഹ്യാരാധന ചെയ്ത് ആഴ്ചയിലോ ദിവസത്തിലോ മാസത്തിൽ സത്സംഗവും നടത്തി മാതൃകാപരമായിട്ട് സമൂഹത്തിന്റെ സർവോന്മുഖ വികാസത്തിന് വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ ആരാധന നിലനിൽക്കണം. പണ്ട് കാശി നഗരത്തിലേക്ക് ഈ മണ്ഡലമിശ്ര എന്ന് പറയുന്ന ഒരു മീമാംസ പണ്ഡിതനെ തേടി ശങ്കരാചാര്യർ പുറപ്പെട്ടു. കാലയിൽ ജനിച്ച ശങ്കരാചാര്യർ പുറപ്പെട്ടു. കാശിയിൽ ചെന്ന് ചോദിച്ചു, മണ്ഡലമിശ്രയുടെ വീട് എവിടെയാണ്? അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഏതൊരു വീട്ടിലാണോ തത്തമ്മ പോലും സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് അങ്ങനെ ഒരു വീട് കണ്ടെത്തിയാൽ, ഏതൊരു വീട്ടിലാണോ തത്തമ്മ പോലും സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് അങ്ങനെ ഒരു വീട് കണ്ടെത്തിയാൽ അതായിരിക്കും മണ്ഡലമിശ്രയുടെ വീടെന്നാണ്. അങ്ങനെ അദ്ദേഹം നടന്നു, സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലി തത്തമ്മയെ കണ്ടു, അവിടെ കയറി ചോദിച്ചു, ഇതല്ലേ മണ്ഡലമിശ്ര വീട്? അദ്ദേഹത്തെ കണ്ടു, ശാസ്ത്രവാദം നടത്തി. അങ്ങനെ മണ്ഡലമിശ്രയെ സുരേശ്വരാചാര്യ എന്ന് പറയുന്ന ശിഷ്യനാക്കി കൂടെ കൂട്ടിയെന്നാണ് ഐതിഹ്യ കഥ. കുറച്ചു കാലം കഴിയുമ്പോൾ എടപ്പള്ളി ഭാഗത്ത് ഒരു അപരിചിതം വന്നിട്ട് പോണേക്കര ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അവർ ചൂണ്ടിക്കാണിക്കല്ല വേണ്ടത്, അവർക്ക് പറയാൻ തോന്നിക്കണം. ഏതൊരു ക്ഷേത്രത്തിലാണോ ആപാലവൃദ്ധം ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി അവിടെ വന്ദന, പ്രതിഷ്ഠ, നമസ്കാര, സ്തോത്ര പഠനങ്ങളെ കൊണ്ട് മാതൃകാപരമായി ക്ഷേത്ര ആരാധന ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്ഷേത്രം നിങ്ങൾ കണ്ടെത്തിയാൽ അതായിരിക്കും പോണേക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയിപ്പിക്കത്തക്ക വിധം ഇവിടുത്തെ ആരാധനയെ നമുക്ക് നിലനിർത്തണം. അതിന് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ സത്സംഗം ഇപ്പോൾ നിർത്തുകയാണ്. ഇനി ക്ഷേത്ര അഭിവൃദ്ധി പ്രാപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഉത്സവത്തിന്റെ തത്വം, ആചരണത്തെക്കുറിച്ചൊക്കെ നാളെ സംസാരിക്കാം. നാളെ ക്ഷേത്രത്തിൽ പതിവ് പോലെ രാവിലെ ഗണപതി ഹോമം, 2 ഹോമങ്ങളാണ് വേറെ നടക്കുന്നത് വിശേഷമായി. ഒന്ന് ചോരശാന്തി, ശ്വശാന്തി. ചോരശാന്തി എന്ന് പറയുന്നത് മനസ്സുകൊണ്ടോ, കള്ളൻ തന്നെയാണ് ചോരൻ, അല്ല ചോര വീണ സ്ഥലമല്ല ചോരൻ. സംസ്കൃതത്തിൽ കള്ളൻ. ചോരൻ അപഹരിക്കാൻ വരിക. ഇനിയിപ്പോ അപഹരിക്കുന്ന മനസ്സോടുകൂടി ആര് ക്ഷേത്രത്തിൽ വന്നാലും ആ ശാന്തി ചെയ്യണം. കള്ളം കയറിയതിന്റെ പ്രായശ്ചിത്തമാണ് ചോരശാന്തി. അങ്ങനെ അമ്പലത്തിൽ കള്ളം കയറിയതിന് ചോരശാന്തി ചെയ്ത് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ കാര്യം എന്നൊരു ഭക്തൻ ചോദിച്ചാൽ എന്താ മറുപടി?
ഈ ചിത്തിസൃക്ക് എന്ന് പറയുന്ന വൈദിക മന്ത്രം 1000 പ്രാവശ്യം ഹോമിച്ചിട്ട് ആ ചൈതന്യ കലശത്തിലേക്കായിട്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പൊ കള്ളൻ കയറാൻ വരുമ്പോ കള്ളൻ ഒന്ന് പേടിക്കും. പ്രായശ്ചിത്തവും മാത്രമല്ല, രക്ഷയും കൂടിയാണ്. ഈ അഭിഷേകം നടക്കുമ്പോൾ ഭക്തൻ തൊഴുത് കഴിഞ്ഞാൽ ആ ഭക്തന്റെ വീട്ടിലും കള്ളം കയറാൻ ഒന്ന് പേടിക്കും. കുർവാസംഘമൊന്നും വരില്ല പിന്നെ ഒരാളുടെ വീട്ടിലേക്കും, പേടിക്കണ്ട. ഈ ചോരശാന്തി കലച്ച ആവശ്യം തൊഴുതാൽ മതി എന്ന് വിചാരിച്ച് ആരും വാതിലൊക്കെ തുറന്നിട്ട് വിശാലമായി കിടന്ന് ഉറങ്ങണ്ട. ശുഭശാന്തി പറഞ്ഞു, ഇനി ഒരു പേടിയും പേടിക്കണ്ട, കള്ളം വരില്ല എന്ന്. ഈ സർപ്പത്തിനെ ദ്രോഹിച്ചാൽ മാത്രമേ പാമ്പ് കടിക്കുള്ളൂ എന്ന് കരുതി മാളത്തിൽ ആരും കൈവന്നിട്ട് വെച്ചു കൊടുക്കാറില്ല. അപ്പോ വ്യക്തിധർമ്മങ്ങൾ മറക്കരുത്. ഇത് സൂക്ഷ്മതലത്തിൽ ഈ ദൈവാധീനം ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന ക്രിയയാണ്. ചോരശാന്തി, മറ്റൊന്ന് ശ്വശാന്തി. ചേര, നായ എന്നിവ ശരീരത്തേക്ക് പ്രവേശിച്ചാൽ അതിന് പ്രായശ്ചിത്തമാണ്. അങ്ങനെ നാലമ്പലത്തിലോ ഇതിലോ അശുദ്ധിയാർന്നത്. ഇപ്പോ നായ എന്നൊരു പ്രതീകം മാത്രമാണ്. നായയെ പോലെ സ്വഭാവവും നായയെ പോലെ അശുദ്ധിയുമായിട്ടുള്ള മനുഷ്യൻ കിടന്നാലും തുല്യമാണ്. എന്താ പറയാ, മൃഗാശരന്തി, മനുഷ്യരൂപേണ മൃഗാശരന്തി. മനുഷ്യരൂപത്തിൽ മൃഗങ്ങളുണ്ട്. അപ്പൊ അത് വിട്ട് മനുഷ്യത്വം വരണല്ലോ. അപ്പോ ആ രീതിയിൽ അശുദ്ധി ഇല്ലാത്തവർ, അശുദ്ധി അതെങ്ങനെയാണ് അശുദ്ധി ബാധിക്കുക, അതിന് പരിഹാരമാണ് ശ്വശാന്തി. ഈ 2 ഹോമങ്ങളാണ് നാളെ നടക്കുക. ഏകദേശം 10:00 ശേഷം അതിന് അഭിഷേകം ഉണ്ടാവും. എല്ലാവരും വന്ന് തൊഴണം. അത് കഴിഞ്ഞാൽ അവിടെ ഭഗവാനെ പൂജിക്കാനുള്ള അഭിഷേകം ചെയ്യാനുള്ള കലശങ്ങളാണ് നമസ്കാര മണ്ഡപം ഉണ്ടാക്കുന്നത്. ആ നമസ്കാര മണ്ഡപത്തിന് വിശേഷമായ ശുദ്ധിക്രിയകളാണ് നടക്കുന്നത്. മുളപൂജ, ഇത്രയും കാര്യങ്ങളാണ്. നാളെ വൈകുന്നേരം പിന്നെ സർപ്പബലി. നാളെ വൈകുന്നേരം സർപ്പബലി. വിശേഷമായ അഷ്ടനാഗങ്ങളെ സപരിവാരം പൂജിച്ച് അവർക്ക് ഹവിസ് തൂവുന്ന പ്രക്രിയയാണ് സർപ്പബലി. സർപ്പാരാധനയിൽ ഏറ്റവും ഉയർന്ന ക്രിയയാണ് സർപ്പബലി. ജന്മജന്മാന്തരങ്ങൾ നിലനിൽക്കുന്ന സർപ്പദോഷങ്ങളും ജാതകവശാല രാഹുദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കുക. അപ്പൊ എല്ലാവർക്കും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തന്ത്രിയുടെ കഴിഞ്ഞ ഏതാണ്ട് 45 മിനിറ്റ് തന്ന ഈ പ്രഭാഷണം നമുക്ക് ഒരുപാട് നമ്മുടെ ഉൾക്കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രം ഭഗവാനാണെന്നും ക്ഷേത്രത്തിൻ്റെ ശിരസ്, ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ മുഖം, കഴുത്ത്, നട്ടെല്ല്, ഇതെല്ലാം തന്ത്രി നമ്മെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ തന്ത്രിവര്യൻ നമ്മളെ പഠിപ്പിച്ചു, ഭഗവാന്റെ പാദങ്ങളാണ് ഗോപുരം എന്ന് പറയുന്നത്. നമ്മുടെ ഗോപുരം ഭഗവാന്റെ പാദങ്ങളാണ്. ആ ഗോപുരമാണ് നമുക്ക് അവിടെ സ്ഥാപിക്കാനുള്ളത്. അപ്പൊ ആ ഗോപുരം അവിടെ സ്ഥാപിക്കേണ്ടത് നമ്മളുടെ ഭക്തരുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ പൂജ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കണം. ആ പാദം അവിടെ വെക്കുന്നതിന് എതിര് നിൽക്കുന്ന ഭക്തരുടെ മനസ്സ് മാറാനും നമ്മൾ ഭാവിക്കണം. അതെന്താണെന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവും. കാരണം ആ പാദം അവിടെ വേണ്ട എന്ന് പറയുന്ന ചിലരെങ്കിലും നമ്മളുടെ ഭക്തരുടെ ഇടയിലുണ്ട്. ആ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കണം. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ തന്ത്രിക്ക് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. മറ്റൊരു പ്രധാന ചടങ്ങ് ഇപ്പോൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സ്കന്ദപുരാണവും